പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് ചില ആളുകൾ പറയുന്നുണ്ട് ശൈലജ ടീച്ചർ മത്സരിക്കില്ല എന്ന്. പക്ഷേ ഞാനങ്ങനെ കരുതുന്നില്ല. അതിൻ്റെ കാരണമായിട്ട് ഈ CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ റെഡിയായിട്ടുള്ളത്. അതിനകത്ത് സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിക്കണമെന്നില്ല, അവർക്ക് കൂടുതൽ പേരെ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കറിയാം, ഒരിക്കൽ വി എസ് അച്യുതാനന്ദൻ തിരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദന് മത്സരിക്കാൻ സീറ്റില്ലാതെ ലിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുകയും പാർട്ടി ഒഫീഷ്യലായിട്ട് തന്നെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ജനം തെരുവിൽ ഇറങ്ങിയതിനെ തുടർന്ന് എസ് അച്യുതാനന്ദന് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ കരുതുന്നത് അവസാന ഘട്ടത്തിൽ ശൈലജ ടീച്ചർ പേരാവൂരിലോ മട്ടന്നൂരിലോ മത്സരിക്കുമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അവർ തിരുവനന്തപുരം ജില്ലയിലെ ഈ ആൻ്റണി രാജു മത്സരിച്ചിരുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അവരോ അല്ലെങ്കിൽ തോമസ് ഐസക്കൊക്കെ മത്സരിക്കാൻ എത്താനിടയുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസും ഇപ്പോൾ സജീവമായ ചർച്ചകളിലേക്ക് എത്തിപ്പെടുമെന്നാണ് കരുതുന്നത്. എറണാകുളം, ഇടുക്കി, കോട്ടയം പോലെയുള്ള മേഖലയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെയാണ് മറ്റു രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീണ ജോർജുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. വീണ ജോർജ് മുമ്പ് സംസ്ഥാന യുവജനോത്സവത്തിൽ മോണോ ആക്ടിൽ സമ്മാനം നേടിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവരുടെ പഴയ ഫോട്ടോകളെല്ലാം വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പഴയ കാലത്ത് അവർ മോണോ ആക്ടിൽ സമ്മാനം നേടിയ ഫോട്ടോ എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീണ ജോർജിന് പരിക്ക് അത്രമാത്രം ഗുരുതരമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ വാഹനം 4 വീലറിൽ കൊണ്ടുപോയത്, ഒരു കാറിൽ കൊണ്ടുപോയത്, അല്ലെ ആംബുലൻസിൽ എയർ ആംബുലൻസിൽ അവർ എത്തിക്കേണ്ടതായിരുന്നില്ലേ? അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ പറയുന്നത് മുദ്രാവാക്യം തട്ടി പരിക്കേറ്റ് വീണ മന്ത്രി എന്നൊക്കെ. അത് വളരെയധികം അണ്ടർലൈൻ ചെയ്ത് വായിക്കേണ്ട വാക്കുകളാണ്. അതായത് മുദ്രാവാക്യം തട്ടി പരിക്കേറ്റ് വീണ മന്ത്രി എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ വരുന്നു. അതിന് എനിക്ക് തോന്നുന്നു അത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തിയതിന് നമ്മൾ മുൻ കോൺഗ്രസ് നേതാവ്, ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള അഭിനയം ഉണ്ടായി എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെ എല്ലാവരും ഇപ്പോൾ ഏറെക്കുറെ ഉറച്ച് പറയുന്നു. വീണ ജോർജ് മുമ്പ് സംസ്ഥാന യുവജനോത്സവത്തിലൊക്കെ ഇത്തരം കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ലൊരു മാധ്യമപ്രവർത്തകയായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഈ രാജു അബ്രഹാം അവർ പ്രതിനിധാനം ചെയ്യുന്ന അസംബ്ലി സെഗ്മെൻറ്റുള്ള ജില്ലയിലെ CPM-ൻ്റെ നേതാവ് രാജു അബ്രഹാം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത്? ഇപ്പോൾ MV ജയരാജനൊക്കെ ഇവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ കൊല്ലാൻ ശ്രമിച്ച ഒരു വീണ മന്ത്രിയെ ഇത്രയും ലാഘവത്തോടു കൂടി ഒട്ടും ഗൗരവം കാണാതെ സാവധാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ഇവരെ ഇന്നോ ഇന്നലെയോ ഡിസ്ചാർജ് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ ഡിസ്ചാർജ് ചെയ്യേണ്ട സമയത്തിന് മുമ്പ് 4 മണിക്ക് അവർ ഡിസ്ചാർജ് വാങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകമെല്ലാം പൊതുസമൂഹത്തിന് ബോധ്യമായി എന്നും ഇനി താൻ അഭിനയിച്ചിട്ട് കാര്യമില്ല എന്നും പഴയ മാധ്യമപ്രവർത്തകർ തിരിച്ചറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം.